ഹായ്, വെൽക്കം ടു മൈ ചാനൽ റജു ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പിക്ചറിൽ കാണുന്ന ഇതേ മോഡൽ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ്. നമുക്ക് കസ്റ്റമർ തന്ന മോഡലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ക്ലോത്തിനെ ഒന്ന് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 45 ആണ്. അപ്പോൾ 45 എടുത്തതിന് ശേഷം അതിൻ്റെ അടിവശത്ത് നമ്മളൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇതിൽ നിന്നും ഒരു 10 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തതിന് ശേഷം 35 ആണ് ഇതിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് പീസിലാണ് ഞാനിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ 35 നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 32 ആണ്. അപ്പോൾ 32ൻ്റെ 4 വരുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചൂടെ സീം അലൗൺസ് ചേർത്തിട്ട് നമ്മളൊരു ചെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്കൊരു ഷോൾഡർ ഒരു 6.5 ഇഞ്ചും ഒരു 6 ഇഞ്ച് ആം ഹോളുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആം ഹോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് സീം അലൗൺസും ചേർത്ത് 10 ഇഞ്ചിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാവുന്നതാണ്. ആം ഹോൾ കർവ് ഇതുപോലെ എൻ്റെ ഭാഗത്ത് പോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ കർവ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റും ഹിപ്പും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഭാഗത്തു നിന്നും 12 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷവും ആം ഹോളിൻ്റെ എൻഡ് ഭാഗത്തു നിന്നും വീണ്ടും ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വേസ്റ്റും ഹിപ്പും നമുക്ക് കിട്ടും. അതിൽ നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഷേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ എ ലൈൻ കുർത്തി എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഇത് ഞാൻ കട്ട് ചെയ്യുന്നത്. എ ലൈൻ കുർത്തിയിലാണ് നമ്മൾ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ലൈനിങ് പീസിലാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒറിജിനൽ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് താഴത്തെ ആ ഫ്രില്ലിന് വേണ്ടിയുള്ള പോർഷനാണ്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചാണ് നമ്മൾ മൈനസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സീം അലവൻസിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 10 ഇഞ്ചിൽ നിന്നും ഒരു 1.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഒരു 11.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ട് ഈ ഫ്രില്ലിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് അടുത്തത് സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. സ്ലീവ് ഞാനിവിടെ എടുക്കുന്നത് അംബർല കട്ട് മോഡലാണ്. അപ്പോൾ അതിനുവേണ്ടി 9 ഇഞ്ച് നീളവും വീതിയും വരുന്ന ക്ലോത്തിനെ നമ്മൾ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിനെ ഒന്ന് നിവർത്തിയിട്ടതിന് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്നും ഏതെങ്കിലും ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നും ഈ 9 ഇഞ്ചിൻ്റെ ഹാഫ് 4.5, 4.5 ഹാഫ് 2.25 മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ 4 സൈഡും ഇതുപോലെ 2.25 മാർക്ക് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇത് ആം ഹോൾ പാർട്ടാണ്. എന്നിട്ട് റൗണ്ട് ഷേപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കട്ടിങ് പാർട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് നെക്ക് പോർഷനാണ്. നെക്ക് ഞാനിവിടെ നെക്കിൻ്റെ അകലം എന്ന് പറയുന്നത് 2.5 ഇഞ്ചും അതിൻ്റെ ഇറക്കം ഒരു 6 ഇഞ്ചും അതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ക്യാൻവാസിൽ ഇതുപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മളിതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ നെക്കിൻ്റെ ഈ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഓരോ കട്ടുകൾ കൊടുക്കുക. ആ സ്റ്റിച്ചിങ്ങിൻ്റെ ആ പാർട്ട് വരെ കട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതിനെ നല്ല ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമ്മൾ ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കും ഫ്രണ്ടും കൂടെ കവർ ചെയ്ത് സ്റ്റിച്ച് ഷോൾഡർ കവറിങ് ആണ്. അപ്പോൾ റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് വേണം നമ്മളിതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് 2 ഭാഗവും
സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ ഷോൾഡറിൽ നിന്ന് തുടങ്ങി അടുത്ത ഷോൾഡർ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നെക്ക് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് ഞാനിവിടെ ഇതിൻ്റെ എൻഡ് പാർട്ടൊക്കെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ 2 സ്ലീവ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ആ ബോട്ടം ഭാഗത്ത് നമ്മളിനി ഫ്രില്ല് വെച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഫ്രില്ല് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 11.5 ഇഞ്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ എൻഡ് ഭാഗത്ത് നിന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് വെച്ച് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ 2 പാർട്ടും ഇതുപോലെ ഫ്രില്ലെല്ലാം വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ 2 പാർട്ടും ജോയിൻ ചെയ്യുകയാണ്. ലാസ്റ്റ് ഇതാണത്. അപ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ ഇവിടം തൊട്ട് എൻഡ് പാർട്ട് വരെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ നെക്കിൽ ഇതുപോലെ ഒരു ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.